റൈസിംഗ് ഹരിയാന. വികസന സ്വപ്നങ്ങളിലേക്ക് ചിറക് വിടർത്തി ഹരിയാന. സംസ്ഥാനത്തെ വ്യോമയാന ഹബ്ബാക്കാൻ ലക്ഷ്യമിട്ട് വിമാനത്താവളങ്ങളിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഹരിയാന എയർപോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉഡാൻ യോജനയ്ക്കും ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയുടെ വികസന കാഴ്ചപ്പാടിനും അനുസൃതമായുള്ള പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നതെന്ന് ഹരിയാന വ്യോമയാന മന്ത്രി വിപുൽ ഗോയൽ പറഞ്ഞു. मेरा आपसे वादा रहा है, हवाई चप्पल पहनने वाला भी हवाई जहाज में उड़ेगा. हिसार का ये एयरपोर्ट भी हरियाणा के नौजवानों के सपनों को नई ऊंचाई देगा. माननीय प्रधानमंत्री जी, आज आपके कर कमलों से हरियाणा की एक नई दिशा, नई उड़ान और नए युग का आरंभ हो रहा है. माननीय प्रधानमंत्री जी, मैं आपको हरियाणा के 2,80,00,000 लोगों की ओर से ये विश्वास दिलाता हूं कि आपके विकसित भारत के सपने को पूरा करने में हरियाणा का स्थान और हरियाणा का योगदान दोनों अग्रणी रहेंगे. ഹരിയാനയിലെ ആദ്യ വാണിജ്യ വിമാനത്താവളമായ ഹിസാർ എയർപോർട്ട് ഉദ്ഘാടന ചടങ്ങിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയുടെയും വാക്കുകളാണിവ. മഹാരാജ അഗ്രസൻ എയർപോർട്ട് എന്നാണ് ഹിസാർ വിമാനത്താവളത്തിന്റെ പേര്. പ്രധാനമന്ത്രിയുടെ ഉഡാൻ പദ്ധതിയുടെ കീഴിലെ വിമാനത്താവളം. ഈ വർഷം ഏപ്രിൽ 15-നായിരുന്നു ഉദ്ഘാടനം. രാജ്യത്തെ സാധാരണക്കാരായ ഓരോ വ്യക്തിക്കും ആകാശയാത്ര ഉറപ്പാക്കാൻ മോദി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഉഡേ ദേശ് കാ ആം നാഗരിക് അഥവാ ഉഡാൻ. 7200 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഹിസാർ വിമാനത്താവളത്തിൽ 4200 ഏക്കറിൽ എയർപോർട്ടും 3000 ഏക്കറിൽ ഹരിയാന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിവിൽ ഏവിയേഷനുമാണ്. നിലവിൽ പ്രതിവർഷം 21 ലക്ഷം യാത്രക്കാർക്ക് വിമാനത്താവളം പ്രയോജനപ്പെടുമെന്നാണ് കണക്കുകൂട്ടൽ. ഹിസാർ ഇപ്പോൾ ബന്ധിപ്പിക്കുന്നത് അയോധ്യ, ഡൽഹി, ചണ്ഡീഗഡ്, ജമ്മു ഉൾപ്പെടെയുള്ള നഗരങ്ങളെയാണ്. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ദിനം ആദ്യ വിമാനം പറന്നത് അയോധ്യ ശ്രീരാമ ജന്മഭൂമിയിലേക്കായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയുടെയും നേതൃത്വത്തിൽ സംസ്ഥാനത്തെ വ്യോമയാന ഹബ്ബായി വികസിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് ഹരിയാന വ്യോമയാന മന്ത്രി വിപുൽ ഗോയൽ പറഞ്ഞു. BJP ഭരണത്തിന് കീഴിൽ സംസ്ഥാനം വികസനത്തിന്റെ പാതയിൽ അതിവേഗം മുന്നേറുകയാണ്. ഈ വളർച്ചയെ പിന്തുണയ്ക്കുന്നതിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കാൻ നിലവിലെ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും വിപുൽ ഗോയൽ പറഞ്ഞു. HADC മുഖേന ഹിസാർ വിമാനത്താവളം സംയോജിത വ്യോമയാന കേന്ദ്രമായി വികസിക്കുകയാണ്. ഗുരുഗ്രാം ഉൾപ്പെടെ സംസ്ഥാനത്തെ വിവിധ നഗരങ്ങളിൽ നിന്ന് ഹെലിപാഡ് സേവനങ്ങൾ വിപുലീകരിക്കാനും ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. ഗുരുഗ്രാം, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിൽ നിന്ന് ഖാത്തൂശ്യാം, സലാസർ ബാലാജി എന്നിവിടങ്ങളിലേക്ക് ഹെലികോപ്റ്റർ സർവീസ് ആരംഭിക്കുന്നതിനുള്ള സാധ്യതയെക്കുറിച്ചും സർക്കാർ ചർച്ചകൾ നടത്തുന്നു. അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ത്വരിതഗതിയിലാണ് സംസ്ഥാനത്ത് മുന്നേറുന്നത്. വ്യോമയാന മേഖലയിൽ പുതിയ സംരംഭങ്ങൾ ലഭ്യമാക്കുകയാണ് സർക്കാർ. ഈ വിമാനത്താവളം കേവലം വിമാന സർവീസുകൾക്കായി മാത്രമല്ല, കണക്ടിവിറ്റിക്കും അപ്പുറം സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും ഹിസാർ നഗരത്തെ ദേശീയ ആഗോള ഭൂപടത്തിൽ രേഖപ്പെടുത്തുന്നതിനും വേണ്ടിയാണ്. ഉരുക്ക് നഗരമെന്നാണ് ഹിസാർ അറിയപ്പെടുന്നത്. എന്നാൽ വിമാനത്താവളം എത്തിയതോടെ ഹിസാറിന്റെ മുഖച്ഛായ പാടെ മാറി. ചണ്ഡീഗഡിലേക്ക് ഹിസാറിൽ നിന്ന് യാത്രക്കാർ എയർ ടാക്സിയിൽ പോകുന്ന കാലം വിദൂരമല്ല. ഡൽഹിയിൽ നിന്ന് കഷ്ടിച്ച് 160 കിലോമീറ്റർ അകലെയാണ് ഹിസാർ. ഡൽഹി മുംബൈ വ്യാവസായിക ഇടനാഴി, പ്രത്യേകിച്ച് ഹിസാർ നാർലോർ ഇൻഡസ്ട്രിയൽ സബ് കോറിഡോർ വരുന്നതോടെ നിക്ഷേപങ്ങളുടെയും വ്യവസായങ്ങളുടെയും നവീകരിച്ച ചരക്ക് ഗതാഗതത്തിന്റെയും ഏറ്റവും വലിയ ഗുണഭോക്താവ് ആകാൻ ഹിസാർ ഒരുങ്ങുകയാണ്. വ്യവസായ ഇടനാഴി കൂടി ആകുന്നതോടെ വിമാനത്താവളം ഹിസാറിനെ ഒരു മെട്രോ നഗരമാക്കി മാറ്റും. ദേശീയപാത 9-ലാണ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ഇത് പടിഞ്ഞാറൻ ഹരിയാനയുടെ വികസനത്തിന് ഊർജ്ജമേകും. വിമാനത്താവളത്തിന്റെ വരവ് നഗരത്തിൽ ഹോസ്പിറ്റാലിറ്റി, ഗതാഗതം, IT തുടങ്ങിയ വിവിധ മേഖലകളുടെ വളർച്ചയ്ക്ക് കൂടിയാണ് വളമാകുന്നത്. കൂടുതൽ തൊഴിലവസരങ്ങളും ഉറപ്പാകും. ഹിസാർ മെട്രോപൊളിറ്റൻ സിറ്റിയുടെ വികസനം പൂർണ്ണമാകുമെന്ന് സാരം.
ഹരിയാനയുടെ ഭരണ ആസ്ഥാനമാണ് ഹിസാർ. ഹിസാർ നഗരമധ്യത്തിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ വടക്ക് കിഴക്കായി NH9 മഹാരാജ അഗ്രസെൻ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. നായബ് സിംഗ് സൈനി സർക്കാരിന്റെ കീഴിൽ ഹിസാർ മാറുകയാണ് പ്രധാന സാമ്പത്തിക വ്യാവസായിക കേന്ദ്രമായി. എയ്റോസ്പേസ് സർവകലാശാല, പ്രതിരോധ നിർമ്മാണ മേഖലകൾ, ലോജിസ്റ്റിക്സ് പാർക്ക് തുടങ്ങിയവയും നഗരത്തിന്റെ സ്വകാര്യ അഹങ്കാരമാകും. ഹിസാറിന്റെ മാത്രമല്ല, സംസ്ഥാനത്തിന്റെ തന്നെ വിശാലമായ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയുടെ ഭാഗമാണിത്. 1966 നവംബർ 1 സംസ്ഥാന പുനഃസംഘടനയ്ക്ക് ശേഷം പൈലറ്റ് പരിശീലനത്തിനും വ്യോമയാന മേഖലയുടെ വികസനത്തിനും വേണ്ടിയാണ് സംസ്ഥാനത്ത് സിവിൽ ഏവിയേഷൻ വകുപ്പ് രൂപീകരിച്ചത്. ഇനി HADC അഥവാ ഹരിയാന എയർപോർട്ട്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷനെ കുറിച്ച്. സംസ്ഥാന സർക്കാരിന്റെ വ്യോമയാന വകുപ്പിനാണ് HADCയുടെ പൂർണ്ണ ഉടമസ്ഥാവകാശം. സംസ്ഥാനത്ത് വ്യോമയാന അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം HADCക്കാണ്. കർണാൽ, ഭിവാനി, നാർനോൾ, പിഞ്ചു എന്നിവിടങ്ങളിലെ നിലവിലുള്ള 4 എയർ സ്ട്രിപ്പുകളുടെയും ഓരോ ജില്ലകളിലെയും ഹെലിപോർട്ടുകൾ, ഹെലിപാഡുകളുടെയും വികസനവും ഇതിൽ ഉൾപ്പെടുന്നു. വിമാനത്താവളം ഹിസാറിന് മാത്രമല്ല, ചുറ്റുമുള്ള പ്രദേശങ്ങൾക്കും ഗുണം ചെയ്യും. ഇത് പ്രാദേശിക വ്യാപാരം, ടൂറിസം, നിക്ഷേപം എന്നിവയെ ഗണ്യമായി ഉത്തേജിപ്പിക്കും. 2030 ഹിസാറിനെ വ്യോമയാന വ്യവസായ ഹബ്ബാക്കാനാണ് സൈനി സർക്കാരിന്റെ ശ്രമം. ഹിസാർ വിമാനത്താവളത്തിന്റെ 3ാം ഘട്ട വികസനത്തിൽ സിവിൽ ഏവിയേഷൻ വകുപ്പ് ഒരു എയ്റോസ്പേസ് പ്രതിരോധ നിർമ്മാണ മേഖല ആസൂത്രണം ചെയ്യുന്നുണ്ട്. പ്രതിരോധ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള രാജ്യത്തിന്റെ ശ്രമങ്ങളിൽ തലയെടുപ്പോടെ ഹരിയാന നിലകൊള്ളും.